എല്ലാവർക്കും ഹായ്. ഇന്ന് ഞാനൊരു കുഞ്ഞു ഡിന്നറാണ് കാണിക്കാൻ പോണത് കേട്ടോ. എനിക്ക് ബിരിയാണി കഴിക്കാൻ നല്ല കൊതി തോന്നി. ദം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണത്. എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന രീതിക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ശരിയാവോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 കഷ്ണം ഇഞ്ചി, 9 അല്ലി വെളുത്തുള്ളി, 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാറില്ല, പെട്ടെന്ന് അങ്ങ് മടുപ്പായി തോന്നുന്ന പോലെ. അപ്പോൾ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് തരി തരിയാക്കി എടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റൊന്നും ആക്കണ്ട. ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ സവാളേനെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു സവാള നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യമേ എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഓരോന്ന് അപ്പോൾ അരിഞ്ഞെടുക്കുന്നേക്കാൾ നല്ലത് ഫസ്റ്റ് തന്നെ എല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ സവാളേനെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ബാക്കി 2 ഞാൻ സാധാ അരിയണ പോലെ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി അതിനെ ഒരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചോറിലോട്ട് വേണ്ട സ്പൈസസിനെ എടുത്ത് വെക്കട്ടെ. ഒരു 4 കഷ്ണം കുഞ്ഞു പട്ട എടുത്തിട്ടുണ്ട്, 7 ഗ്രാമ്പു, 7 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്. ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വേണ്ടത് 2 തക്കാളിയാണ്. തക്കാളീനെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിയാണ്. അരി ഞാൻ കുഞ്ഞു റൈസായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ജീരകശാല റൈസില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അരി അളന്നെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അരിനെ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ കഴുകിയെടുക്കട്ടെ കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് വാർത്തെടുക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നോളും. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആക്കിയെടുക്കുന്ന സമയം കൊണ്ട് വെള്ളം ഒന്ന് വാർന്ന് കിട്ടും കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാളേനെ ഒന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എണ്ണയിലോട്ട് തന്നെ ബാക്കി വന്ന സവാളയും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒന്ന് വാടി വെന്ത് വരണം കേട്ടോ, അല്ലാണ്ട് നല്ലപോലെ ഗോൾഡൻ കളറൊന്നും ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ എരിവുണ്ടാവും. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തത് കേട്ടോ. ഇനി ഇതിന് പൊടീൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊടീൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ എൻ്റെ രീതിക്കൊന്ന് ട്രൈ ചെയ്തെടുക്കട്ടെ. തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ 2 സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പുളി ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് അധികം എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാറ്റി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. 6 വലിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ഒക്കെ ഉണ്ടാവും തോന്നണു. 1 കിലോ ചിക്കൻ വാങ്ങിയെന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാട്ടോ. ഇത് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ഞാൻ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കനൊന്ന് ആ ഗ്രേവിയിലൊന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കനൊന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങാണ്ടല്ലോ. ഇനി അതിനെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ചോറുണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ അരിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ അരിയിലെ ആ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വീട്ടിലോട്ട് വിളിക്കും കേട്ടോ. വല്യമ്മേൻ്റെ അടുത്ത് ചോദിക്കും, ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പക്ഷേ ഇതുവരെ ഒന്നും തെറ്റിപ്പോയിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ടേസ്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയെന്ന് നോക്കട്ടെ.
അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി അളക്കുന്ന പാത്രത്തിന് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 പീസ് തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിനെയും കൂടെ അതിലിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് അരിനെ ഒന്ന് വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കനൊക്കെ വെള്ളമൊക്കെ നിറങ്ങി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ. ഇനി അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, അധികം ഒന്നും വേണ്ട. ഒരു കൈപ്പിടിക്ക് കണക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ദമ്മിട്ട് തുടങ്ങാം, ദമ്മിൻ്റെ പരിപാടി തുടങ്ങാം. അതിന് വേണ്ടി ഞാനിതിലോട്ട് ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിനെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒതുക്കി എടുക്കണം കേട്ടോ. ഒന്നങ്ങ് റൗണ്ട് ഷേപ്പിൽ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ചോറെല്ലാം ഇട്ട് കൊടുത്തൊന്ന് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളേനെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പൊക്കെ ഇട്ട് വറുത്ത് കോരി മാറ്റിയതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില പുതിനയിലയാണ് കേട്ടോ. കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. RKG നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടി അടുപ്പിൽ വെക്കരുത്. ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിന് ഒരു കുഞ്ഞു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി ഞാനൊരു കോട്ടൺ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിട്ട് ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്ന് കുറച്ചെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ചോറിനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ചോറ് ആ മസാലയും ആ മല്ലിയിലയും പുതിനയിലയും ആ പൊരിച്ച സവാളയൊക്കെ ആയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അധികം സ്പൈസസോ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വെറും പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, ഒരു പീസ് ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.